ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നോമ്പൊക്കെ റാഹത്തായിട്ട് പോകണില്ലേ? അപ്പോൾ നമ്മളിന്ന് നോമ്പറക്കാനുള്ള വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് നമുക്ക് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ചക്ക കൂട്ടാനും പിന്നെ ബീഫ് കറി ഉണ്ട് കേട്ടോ. അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചക്ക കൊടുന്ന് നോക്കുമ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ചക്കയും കൂടെ കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മുറിച്ചിട്ട് ഇതാ മമ്മ ചക്ക കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അത് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. മമ്മക്ക് എന്തായാലും എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണം കേട്ടോ. അതാണ് നോമ്പറക്കുമ്പോൾ കഴിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും കടിയൊന്നും ഉണ്ടാക്കി അതൊന്നും കഴിക്കൂല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക കൊടുന്നതായിരുന്നു. നമ്മൾ അയൽവാസിയും തന്നതായിരുന്നു കേട്ടോ ചക്ക. അപ്പോൾ ഒന്ന് തന്നപ്പോൾ തന്നെ അത് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ ഇങ്ങനെ പഴുത്തതാണെന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും കൂടെ തന്നതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മസാല ഉണ്ടാക്കല സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതാ മക്കളും മൂന്നാളും കൂടി ഇരുന്നിട്ട് സമൂസയൊക്കെ റോളൊക്കെ ചുറ്റി തന്നിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് പൊരിച്ചെടുക്കും ചെയ്തു. പിന്നെ അതാ ജീരകക്കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയും മരുന്നും ഒക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ട് പിന്നെ അതൊക്കെ ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കഞ്ഞി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കായാലും ചായക്ക് കടിയൊന്നും വേണ്ട. അപ്പോൾ ഒരു കഞ്ഞി കുടിച്ചോളും. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ കഞ്ഞി വെച്ചിട്ടുള്ളത്. കഞ്ഞിമ്മ കുടുക്കേന്ന് ഒഴിച്ചതാണ്. പിന്നെ നമുക്ക് അത്താഴത്തിനുള്ള ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാതും കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ മീനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ വിചാരിച്ചു. ഏതായാലും ചക്കയൊക്കെ കൂട്ടാനായിട്ടുണ്ട്. പിന്നെ കഞ്ഞി റെഡി ആയിട്ടുണ്ടല്ലോ. പിന്നെ സമൂസ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മീനൊന്ന് നന്നാക്കി എടുത്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഉപ്പേരി വെക്കാനും പയറും ഉണ്ട്. അപ്പോൾ അതും റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോഴേക്കും അമ്മ അവിടെ ഇരുന്നിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മീൻ നന്നാക്കാൻ പോകുമ്പോഴത്തേന് ഉപ്പേരി ഇങ്ങനെ സ്റ്റൗവിൽ വെച്ചങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേന് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ മീനും വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് എളുപ്പമായല്ലോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ അമ്മ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോള് ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ ഞാൻ വറുത്തെടുക്കുകയാണ് കേട്ടോ. മീനിങ്ങനെ വേവിച്ച് വെക്കൽ തന്നെയാണ്. പിന്നെ നമ്മൾ അത്താഴത്തിന് പിന്നെ കഞ്ഞിക്കും മീൻ വേണം. അപ്പോൾ പിന്നെ അത്താഴത്തിനുള്ളത് പിന്നെ ഞാനവിടെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത്താഴത്തിന് നീക്കുമ്പോൾ വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ മീനൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് നനക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. മുളക് തയ്യോളമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനക്കാൻ വിചാരിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ ആ മഞ്ഞൾ ഉണക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് കേട്ടോ. ഇത് 2 ഇതിൽ ഉണക്കിയിട്ടുണ്ടായിരുന്നു. ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓന് നനച്ചോളാം നിങ്ങൾ പൊയ്ക്കോളി പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നച്ച് നനച്ചോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ എന്നോട് പൊയ്ക്കോളി എന്ന് പറയണം അവന്. അപ്പോൾ ഞാനങ്ങനെ പിന്നെ പോയിട്ട് ജ്യൂസ് അടിക്കാനുള്ളത് ഓൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ചൂടില്ലേ, നല്ല ചൂടാണ്. എത്ര നനച്ചാലും ഇതിലൊന്നും വെള്ളം തന്നെ കാണുന്നില്ല കേട്ടോ. എന്തൊരു ചൂടാണ്. ഇതിപ്പോൾ നനക്കൊണ്ടാണ്, തൊടിയിലൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് നനക്കൊണ്ടാണ് ഒരു പച്ചപ്പ് കേട്ടോ. എന്തൊരു വെയിലാണ് അറിയില്ലേ. പുറത്തിറങ്ങാൻ പറ്റണില്ല. നമ്മൾ പകൽ സമയത്തൊന്നും പുറത്തന്നെ ഇറങ്ങലില്ല. ഞങ്ങളിതാ ഇപ്പോൾ ഈ ഒരു 5:30-6 മണി ടൈമിനാണ് ഇപ്പോൾ ഈ പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് നനച്ച് റെഡിയാക്കണത്. എന്ത് ചൂടല്ലേ. നോമ്പിനൊക്കെ ഭയങ്കര ക്ഷീണമാണ് ഈ ചൂടായ കാരണം. പിന്നെ അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളിൽ കയറി വന്ന് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. ചക്ക പഴുത്തത് പറിച്ച് വെച്ചതാണ്. അത് ഉമ്മാക്കും ഉമ്മമാക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളൊന്നും കഴിക്കൂല. അപ്പോൾ അവർക്ക് കഴിക്കാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. നമ്മളധികം പൊരിച്ച കടികളൊന്നും ഉണ്ടാക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിയും കുടിക്കൂല. അങ്ങനെ ഒരു കാരണം. പിന്നെ മമ്മാക്കുള്ളത് അവിടെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മമ്മി നോമ്പറക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് പിന്നെ ബാങ്ക് കൊടുത്ത് നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മമ്മ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ചക്ക കൂട്ടാനും കറിയും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് കഴിച്ചു. എനിക്കൊന്നും ചക്ക കൂട്ടാൻ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഉമ്മയും അമ്മയൊക്കെ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ വലിയ മോനിക്കും ഇഷ്ടമാണ്, ഓനും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മണി ആയപ്പോഴാണ് കേട്ടോ കഞ്ഞി കുടിക്കണത്. നമ്മൾ ജീരകക്കഞ്ഞി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങല്ലരി ഇട്ടിട്ടാണ് ജീരകക്കഞ്ഞി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കഞ്ഞി കുടിക്കണേ. പിന്നെ മമ്മി ഇരുന്നിട്ട് കഞ്ഞി കുടിക്കണേ. പിന്നെ കുട്ടികളും ഇരുന്നിട്ട് കഞ്ഞി കുടിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഓലിക്ക് ഈ കഞ്ഞി വെക്കുമ്പോൾ പറഞ്ഞ ഈ കഞ്ഞി വേണമെന്ന്. പിന്നെ ഇത് വെന്തായി വെക്കുമ്പോൾ ഓലിക്ക് കഞ്ഞി വേണ്ട പറഞ്ഞിട്ട് സാധാ കഞ്ഞി മതി പറഞ്ഞിട്ടോ എനിക്ക് കഞ്ഞി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ കഞ്ഞി കൊടുത്തപ്പോൾ എനിക്ക് ചട്ടിയിലിട്ടിട്ട് കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചട്ടി എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചട്ടി എടുത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിക്ക്
പിന്നെ ചക്ക കൂട്ടാനും മീനും ചമ്മന്തിയും തൈരും എല്ലാതും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ അതങ്ങനെ കുഴച്ചിട്ടാണ് കഴിക്കണത്. നല്ല തണുപ്പാണ് തൈരൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കുമ്പോൾ കേട്ടോ. ഓന് അധികം കടിയൊന്നും കഴിക്കൂല. അപ്പം ഇങ്ങനെ കഞ്ഞി തന്നെയാണ് ഓനക്ക് അധികം കൊടുക്കൽ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.